ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസൃതമായി കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് PV അബ്ദുൽ വഹാബ് MP. തിരുവാലി ഹിക്കമിയ ക്യാമ്പസിലെ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ലോഞ്ചിങ്ങും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. To convey the message to the nearby area, there is such a college is here, and I hope that you can do wonders in this region. As you all know, education is here backward because of social reasons, not because of the other issues. So now the education is reaching here, and the Malappuram district especially is coming with all, whatever you say, whatever, like any field of education, Malappuram is number one nowadays. So because of this institution decided, I congratulate the teachers, the management and all, making good facilities according to the teacher, and I hope that this unaided college will be a wonderful jewel of the ground in the Calicut University. സാമ്പ്രദായിക ബിരുദാനന്തര പഠന രീതികൾ പിന്തുടരുന്നതിനപ്പുറം തൊഴിൽ സാധ്യതകളും സാമൂഹിക മാറ്റങ്ങളും തിരിച്ചറിയാൻ ഡിജിറ്റൽ യുഗത്തിലെ വിദ്യാർത്ഥി തലമുറയ്ക്ക് സാധിക്കണമെന്നും വിദ്യാഭ്യാസ സെമിനാർ അഭിപ്രായപ്പെട്ടു. കോളേജിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് AP അനിൽകുമാർ MLA നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെമിനാറിൽ ഫറൂഖ് ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ Dr. KM ഷരീഫ് വിഷയാവതരണം നിർവഹിച്ചു. സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് സമയം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അവർ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സൊക്കെ കരയിലിരിക്കുന്നുണ്ട്. അവിടേക്ക് പെട്ടെന്ന് ഇന്ത്യക്കാരായ 4-5 ചെറുപ്പക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി സംസാരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവരവിടെ പറയുകയാണ്, ഇന്ത്യയിൽ പതുക്കെ സംസാരിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് മറ്റുള്ളവരെ പരിഗണിക്കാതെ സംസാരിക്കുന്നവരാണ് എല്ലായിടത്തും ഞാൻ കാണാറ്. അപ്പോൾ അവർ ബഹളം ഉണ്ടാക്കി വന്നു. മാത്രമല്ല, അവർ പെട്ടെന്ന് എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഉയരത്തിൽ നിന്ന് എടുത്ത് ചാടി. നമ്മുടെ നാട്ടിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങലല്ല, നമ്മൾ ചാടലാണ്. കുളത്തിൽ ചാടി മാത്രം നമുക്ക് പരിചയം. അവർ പേടിച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയാതെ അനുദിനം പുതിയ കാഴ്ചപ്പാടുകളിലൂടെയും പുതിയ മുന്നേറ്റങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ ഓരോ നിമിഷങ്ങളിലും വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പ്രദായിക പഠന രീതികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പുതിയ കാലത്ത് വിദ്യാർത്ഥി തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം കരസ്ഥമാക്കി തൊഴിൽ നേടാനും അവസരങ്ങളിലേക്ക് എത്തിപ്പെടാനും പുതിയ കാലത്ത് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിൻസിപ്പൽ Dr. U. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രാമൻകുട്ടി, മുഹമ്മദ് നജീബ്, M. മോഹൻദാസ്, ഇബ്നു കദീർ, ഹൈസർ ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി വീമ്പൂർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM മുസ്തഫ കോഡൂർ, ഹൈസർ CEO UTM ഷമീർ, സൂപ്രണ്ട് ജാഫർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവാലി.